റോഡ് അപകടങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, പ്രസവാനുബന്ധ പ്രശ്നങ്ങൾ, ആത്മഹത്യാശ്രമങ്ങൾ, ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉടനടി വൈദ്യസഹായം ലഭിക്കാൻ 108 എന്ന ടോൾ ഫ്രീ നമ്പർ ഡയൽ ചെയ്യൂ. ആംബുലൻസ് സർവീസ്, താങ്കളെ സഹായിക്കാൻ അൻരാജ്. ഓക്കെ, ദയവായി താങ്കളുടെ പേരും ഫോൺ നമ്പറും പറയും. കൺട്രോൾ സ്റ്റേഷനിൽ നിന്ന് താങ്കൾക്കൊരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും അവിടെ എത്തും. ജീവൻ രക്ഷയുടെ പുതിയ മുഖവുമായി കേരള എമർജൻസി മെഡിക്കൽ സർവീസ് പ്രോജക്റ്റിന്റെ KEM 108 ആംബുലൻസ് സർവീസ്. അടിയന്തര സാഹചര്യങ്ങളിൽ ഉടനടിയുള്ള വൈദ്യസഹായം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള എമർജൻസി മെഡിക്കൽ സർവീസസ് പ്രോജക്റ്റ് എന്ന നൂതന സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് കേരള സർക്കാരും ദേശീയ ആരോഗ്യ ദൗത്യവുമാണ്. മെയ് 19 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ KEM 108 ആംബുലൻസിന്റെ സേവനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പൈലറ്റ് പ്രോജക്റ്റായി തുടങ്ങിയ 108 ആംബുലൻസിന്റെ സേവനം തികച്ചും സൗജന്യമാണ്. തിരുവനന്തപുരത്ത് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഇതിൻ്റെ ആ മുഴുവൻ ബെനിഫിറ്റും എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് 25 ആംബുലൻസ് പലയിടത്തായിട്ട് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അഡ്വാൻസ്ഡ് ലൈഫ് സേവിംഗ് ആംബുലൻസ് ആണ്. ആ 25 ആംബുലൻസിനെ 8 ക്ലസ്റ്ററായിട്ട് തിരിച്ചിട്ടുണ്ട്. 8 ക്ലസ്റ്ററിൽ, അത് ഓരോ ക്ലസ്റ്ററിലും 3 ആംബുലൻസ് വീതമുണ്ട്. അതായത് ഒരു സോണിൽ 3 ആംബുലൻസ്. ഞങ്ങൾക്ക് കഴക്കൂട്ട് ഏരിയ ആണ്. ഡെയിലി ഒരു 5 or 6 കേസസ് ഉണ്ടാവും. മെയിൻലി ആക്സിഡന്റ് കേസ്, അല്ലെങ്കിൽ കാർഡിയാക് എമർജൻസി ആയിരിക്കും, അല്ലെങ്കിൽ റെസ്പിറേറ്ററി എമർജൻസി, അങ്ങനെ എന്തെങ്കിലും കേസസ് ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു അത്യാവശ്യ ഘട്ടം, അതിനകത്ത് ആദ്യത്തെ 1 മണിക്കൂർ, അതിന് ഗോൾഡൻ അവർ എന്ന് പറയും. ഈ 1 മണിക്കൂറിനകത്ത് മെഡിക്കൽ സഹായം ലഭിച്ചാൽ ജീവൻ രക്ഷിക്കാൻ കഴിയും. ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഇതിൻ്റെ ഈ കൺസെപ്റ്റ് തന്നെ അങ്ങനെയാണ് തുടങ്ങുന്നത്. KEM 108 ആംബുലൻസുകൾ എല്ലാം തന്നെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടിംഗ് ആംബുലൻസുകളാണ്. ആംബുലൻസിന്റെ ഉൾഭാഗം രോഗാണുമുക്തവും അഗ്നിബാധ ഏൽക്കാത്തതുമാണ്. ഡിഫിബ്രിലേറ്റർ, ഫീറ്റൽ മോണിറ്റർ, പൾസ് ഓക്സിമീറ്റർ, സെക്ഷൻ അപ്പാരറ്റസ്, നെബുലൈസർ തുടങ്ങിയ അടിയന്തര ചികിത്സാ ഉപകരണങ്ങൾ KEM 108 ആംബുലൻസിനെ മറ്റുള്ള ആംബുലൻസുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. കാർഡിയാക് കേസാണെങ്കിൽ കാർഡിയാക് മോണിറ്ററിംഗ്, വെന്റിലേറ്റർ, സെക്ഷൻ അപ്പാരറ്റസ്, ഓക്സിജൻ സിലിണ്ടർ, ഓക്സിജൻ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഫീറ്റൽ മോണിറ്റർ. ഇപ്പം പ്രഗ്നൻസി കേസ് കിട്ടുവാണെങ്കിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പും കുഞ്ഞിന്റെ അനക്കമൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഫീറ്റൽ മോണിറ്റർ ഉണ്ട്. പിന്നെ ഇപ്പം BP കുറവാണെങ്കിൽ അതിന് BP കൂട്ടാനുള്ള മെഡിസിൻസ്, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ചികിത്സ ഹെൽത്ത് കെയറിന്റെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന 108 ആംബുലൻസിൽ പരിശീലനം ലഭിച്ച എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനും ഒരു പൈലറ്റും 24 മണിക്കൂറും സഹായഹസ്തവുമായി നിങ്ങളുടെ വെളിപ്പുറത്തെത്തുന്നു. ഈ 108 ആംബുലൻസിന്റെ സർവീസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈ സ്പോട്ടിൽ വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വണ്ടിയിൽ പേഷ്യന്റിനെ കയറ്റുന്നതോടൊപ്പം തന്നെ ചികിത്സ ആരംഭിക്കുകയാണ്. ആശുപത്രിയിൽ കയറ്റി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വരുന്ന ഡോക്ടർക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും, പറ്റുമെങ്കിൽ ECG പോലുള്ള സാധനങ്ങൾ ആംബുലൻസിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പേഷ്യന്റിന് തുടങ്ങിയ ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഈവൻ മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് മരുന്ന് കൊടുത്തു എന്നുള്ളത്. ഒരു വ്യക്തിയുടെ ജീവന് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ഉള്ളപ്പോൾ മാത്രമേ ഈ സേവനം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ സാധാരണ സംഭവിച്ചു വരുന്നത്, എന്തെങ്കിലും മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുന്നവരെയും മയക്കുമരുന്ന് മറ്റും ഉപയോഗിച്ച് കിടക്കുന്നവരെയും ജനങ്ങളുടെ നിർബന്ധത്തിന് വിഷമതരായി ഇവർക്ക് ആംബുലൻസുകൾ അവിടെ ചെല്ലി അവരെ ആശുപത്രികളിലേക്ക് എത്തിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. സാധാരണയായി ഇത്തരം രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഡോക്ടർമാർ എടുക്കാൻ വിസമ്മതിക്കുകയും അതുമൂലം ആംബുലൻസ് സർവീസിന് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ബോധമുള്ള പേഷ്യന്റ് ആണെങ്കിൽ ബൈസ്റ്റാൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അല്ലാത്ത കേസിൽ
ഈ പറയുന്ന ടെക്നീഷ്യനാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഒരു സിവിയറിറ്റി, ആ എമർജൻസിയുടെ സിവിയറിറ്റി കണ്ടിട്ട് ഏത് ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിന്. ഈ ടെക്നീഷ്യൻസിനെല്ലാം തന്നെ എല്ലാ ഗൈഡൻസും കൊടുത്തിട്ടുണ്ട്. ഇവർക്കറിയാം തിരുവനന്തപുരത്താണെങ്കിൽ ഏതൊക്കെ ആശുപത്രിയിൽ ഏതെല്ലാം ഫെസിലിറ്റി ഉണ്ട്, ഏത് ആശുപത്രിയിൽ ഏത് എമർജൻസിയെ കൊണ്ടുപോകണം, അങ്ങനെ എത്രയും വേഗം ഈ പറഞ്ഞ പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കുക എന്നുള്ള ആ ദൗത്യം അവർ വളരെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. നൂറ്റിയെട്ടിലേക്ക് വരുന്ന കോളുകൾ ടെക്നോ പാർക്കിലെ കൺട്രോൾ റൂമിൽ സ്വീകരിച്ച് കമ്പ്യൂട്ടർ വൽകൃതമായ എമർജൻസി റെസ്പോൺസ് സെന്ററുമായി ബന്ധിപ്പിച്ച് അത്യാധുനിക ആംബുലൻസുകളുടെ ഒരു ശൃംഖല വഴിയാണ് കെംബ് എന്ന ഈ നൂതന സംവിധാനം പ്രവർത്തിക്കുന്നത്. ഏകീകൃത കമ്പ്യൂട്ടർ സംവിധാനം, വോയിസ് ലോഗർ സംവിധാനം, സ്ഥല സംബന്ധമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ മാപ്പുകൾ, ജിയോഗ്രഫിക് പൊസിഷനിംഗ് സംവിധാനം, ഓട്ടോമാറ്റിക് വെഹിക്കിൾ ട്രാക്കിംഗ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സംവിധാനം എന്നിവയോട് കൂടിയതാണ് ഒരു എമർജൻസി റെസ്പോൺസ് സെന്റർ. കൺട്രോൾ റൂം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇത് കൺട്രോൾ റൂം. ഈ പാർട്ട് എന്ന് പറയുന്നത് കോൾ ടേക്കിംഗ് സെക്ഷനാണ്. ആ കാണുന്നത് ഡിസ്പാച്ചിങ് സെക്ഷനാണ്. കോൾ സെറ്റ് ആവുന്ന എവിടെയും ഫോൺ ഇവിടെ നിന്ന് അറ്റൻഡ് ചെയ്തതിന് ശേഷം അഡ്രസ്സ്, ഫോൺ നമ്പർ, വിളിക്കുന്ന ആളുടെ പേര്, പിന്നെ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്നിവ നമ്മൾ രേഖപ്പെടുത്തിയതിനു ശേഷം ഇവിടെ MRS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഉപയോഗിച്ച് സേവ് ചെയ്യുന്നു കോൾ ഷീറ്റായിട്ട്. അത് നേരെ അപ്പുറത്തെ സെക്ഷനിലേക്ക് പോകുന്നു. ഡിസ്പാച്ചേഴ്സ് അത് അവിടെ നിന്ന് നോക്കി ഡിസ്പാച്ച് ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലയിലെ 25 ആംബുലൻസുകളെയും 8 ക്ലസ്റ്ററായി തിരിച്ച് ഓരോ ക്ലസ്റ്ററിലും 3 ആംബുലൻസുകളുടെ സേവനം ലഭ്യമാക്കുന്നു. ഒരു വർഷം കൊണ്ട് 108ന്റെ സേവനം ലഭ്യമാക്കിയവരുടെ എണ്ണം 24,000-ലധികമാണ്. തിരുവനന്തപുരം ജില്ലയിൽ നാവായിക്കുളം, ആറ്റിങ്ങൽ, വർക്കല, ചിറയൻകീഴ്, മംഗലാപുരം, കല്ലറ, കന്യാകുളങ്ങര, നെടുമങ്ങാട്, വിതുര, കാട്ടാക്കട, നെയ്യാറ്റിങ്കര, പാറശാല, വെള്ളറട, നേമം, മലയൻകീഴ്, വട്ടിയൂർക്കാവ്, പേരൂർക്കട, ജനറൽ ഹോസ്പിറ്റൽ, തൈക്കാട് ഹോസ്പിറ്റൽ, വിഴിഞ്ഞം, വലിയതുറ ഹോസ്പിറ്റൽ, ദെൻ കഴക്കൂട്ടം, ടെക്നോ പാർക്ക്. കഴക്കൂട്ടം ടെക്നോ പാർക്കിലാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് മംഗലാപുരം, ഇത്രയും സ്ഥലത്താണ് വണ്ടി. കല്ലറ വരെ ഉണ്ട്, വിതുരയിലുണ്ട്. അങ്ങനെ 25 സ്ഥലങ്ങളിൽ നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ട്. നന്മയുടെയും സാന്ത്വനത്തിന്റെയും സഹായഹസ്തവുമായി ശരവേഗത്തിൽ പായുന്ന അശ്വാരൂഢന്മാരെ പോലെ 24 മണിക്കൂറും കെംബ് 108 ആംബുലൻസ് പാഞ്ഞെത്തുന്നു. നഗര ഗ്രാമഭേദമന്യേ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അനന്തപുരിയുടെ രാജവീതിയിലൂടെ കിതപ്പറിയാതെ കുതിച്ചുകൊണ്ടിരിക്കുന്നു. ജീവൻ രക്ഷയുടെ 108 മന്ത്രവുമായി.